പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓവർസിയർ സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 സിവിൽ സബ് എഞ്ചിനീയർ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ PWD ഇറിഗേഷൻ ആണ്. ഇത് നമ്മുടെ പാർട്ട് 5 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗണ്ടേഴ്സ് ചെയിൻ ഈസ് ആൽസോ നോൺ എസ്. ഗണ്ടേഴ്സ് ചെയിൻ നമ്മൾ എന്താണ് സർവേയേഴ്സ് ചെയിൻ എന്നാണ് പറയുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഗണ്ടേഴ്സ് ചെയിൻ എന്താണ് പറയുക, സർവേയേഴ്സ് ചെയിൻ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻ ചെയിൻ സർവേയിങ് ദ കോമ്പൻസേറ്റിംഗ് ഇറർ ഈസ് കോസ്ഡ് ബൈ. കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇറർ. ബാഡ് റേഞ്ചിങ് കോമ്പൻസേറ്റിംഗ് ഇറർ അല്ല. കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ്, നമ്മൾ കെയർലെസ് ആയിട്ട് ഹോൾഡ് ചെയ്താലും മാർക്ക് ചെയ്താലും അതൊരു കോമ്പൻസേറ്റിംഗ് ഇററാണ്. സാഗ് ഇൻ ചെയിൻ ടെമ്പറേച്ചർ വേരിയേഷൻ ഇതൊന്നും എന്താണ് കോമ്പൻസേറ്റിംഗ് ഇറർ അല്ല, അതൊക്കെ ക്യുമുലേറ്റീവ് ഇറർ ആയിട്ട് പറയും. അപ്പം കോമ്പൻസേറ്റിംഗ് ഇറർ ആയിട്ട് വരുന്ന കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ് ആണ്. ആൻഡ് റേഞ്ചിങ് ഇഫ് ദ സർവേയേഴ്സ് റേസസ് ബോത്ത് ദ ഹാൻഡ്സ് അബവ് ഹിസ് ഹെഡ്സ്, അതായത് അയാളുടെ തലയിലേക്ക് എന്താണ് രണ്ട് ഹാൻഡും റേസ് ചെയ്യാണ്, എന്നിട്ട് എന്ത് ചെയ്യാണ് ആൻഡ് ദെൻ ബ്രിങ്സ് ഡൗൺ ആസ് എ സിഗ്നൽ ടു ഹിസ് അസിസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു റേഞ്ചിങ് റോഡ് കറക്റ്റ് പൊസിഷനിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർവേയർ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് കൈ എന്താണ് തലേൻ്റെ മുകളിലേക്ക് ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം, താത്തുക. ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഡാഷ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു സൈറ്റ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ എന്താണ് യൂസ് ചെയ്യുക, അലിഡേഡ് ആണ് യൂസ് ചെയ്യുക. ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് ആൽസോ നോൺ ആസ്. ട്രയൽ ആൻഡ് ഇറർ മെത്തേഡിനെ എന്താണ് പറയുന്നത്, എന്താണ് ലേമാൻസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇനി ഇൻ ലെവലിംഗ് പ്ലസ് സൈറ്റ് ഈസ് ആൽസോ നോൺ ആസ്. പ്ലസ് സൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി സർഫസ് ടു വിച്ച് എലവേഷൻസ് ആർ റെഫേർഡ് ഈസ് നോൺ ആസ്. എലവേഷൻസ് റെഫർ ചെയ്യുന്നത് ആ ഒരു സർഫസിനെയാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. ഇനി ഇൻ എ വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം നോർത്ത് 80 ഡിഗ്രി 50 മിനിറ്റ് വെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും അതായത് ഇതിൽ ന്യൂമറിക്കൽസ് വരുന്ന എല്ലാത്തിൻ്റെയും ആൻസർ ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തിയറി ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആൻ ഏരിയ ഓൺ എ കോണ്ടൂർ മാപ്പ്. ആൻസർ വരുന്നത് എന്താണ്, പ്ലാനി മീറ്റർ ആണ്. ഇനി ദ ബിയറിംഗ്സ് ഓഫ് ദ ലൈൻ AB ആൻഡ് BC ആർ 130 ഡിഗ്രി. ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മെഷർമെന്റ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾ യൂസിങ് ടോട്ടൽ സ്റ്റേഷൻ. വെർട്ടിക്കൽ ആംഗിൾ വെച്ചിട്ടുള്ള കറക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ടോട്ടൽ സ്റ്റേഷനിൽ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് ആ സെനിത്ത് ആംഗിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. തിയോഡലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. തിയോഡലൈറ്റ് നമുക്ക് ഒരു ലൈന് റേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റിന് യൂസ് ചെയ്യാം. വെർട്ടിക്കൽ ഹൈറ്റിന് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ഓഫ് ദ എബൌവിനാണ് തിയോഡലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത് 20 സെക്കൻഡ് ആണ്. ഇഫ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ ഈസ് പോസിറ്റീവ് ആൻഡ് ഡിപ്പേച്ചർ ഈസ് നെഗറ്റീവ്, അതായത് ഇതാണെന്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആൻഡ് ഇതാണ് ഡിപ്പേച്ചർ. അപ്പം ഈ മുകളിലോട്ട് വരുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. താഴോട്ട് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. റൈറ്റിലോട്ട് വരുന്നത് എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റിലോട്ട് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഡിപ്പേച്ചർ ആണെന്ന് പറഞ്ഞു, ഇത് ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്, അതായത് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈനാണ് കിട്ടി. ആൻഡ് ഡിപ്പേച്ചർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോസിറ്റീവാണ്, ദെൻ ഇങ്ങോട്ടായിരിക്കും നെഗറ്റീവ്. അപ്പോൾ ഇതാ ഈ ക്വാഡ്രൻ്റാണ് പറയുന്നത്. ഈ ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പം എന്താണ് നമ്മൾ ഈ ഒരു ക്വാഡ്രൻ്റാണ്. അപ്പം എന്താണ് ആൻസർ വരിക, ഫോർത്ത് ക്വാഡ്രൻ്റാണ് ആൻസർ വരുന്നത്. ഇനി ഇഫ് ദ സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് 4 മീറ്റർ ആൻഡ് സം ഓഫ് ഡിപ്പേച്ചർ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. In the length of long chord of a circular curve of radius r, deflection angle is given by. deflection angle തരുന്നത് ശരിക്കും 2r sin delta by 2 ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ആൻസർ കീയിൽ ആൻസർ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതും ഒരു ന്യൂമറിക്കലാണ്, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെർട്ടിക്കൽ കർവ്. വെർട്ടിക്കൽ കർവിന് എക്സാമ്പിൾ ഓപ്ഷൻ സി സമ്മിറ്റ് കർവ് ആണ്. മോഡേൺ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് ബൈ എന്താണ്, മെഷർമെൻറ്റ് ഓഫ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് സിഗ്നൽസ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDMൻ്റെ കോമ്പിനേഷനാണ്. ഫോർ എ പ്രോജക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റ് ഈസ് അക്കോർഡ് സാങ്ഷൻ. ഒരു ടെക്നിക്കൽ സാങ്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെ കൊടുക്കണം. ഇനി ഇതൊരു പ്രോബ്ലമാണ്, നമുക്ക് ചെയ്യാം. ഇനി ആനുവൽ സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, SI/1+I⁻n-1 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്. ഇതെന്താണ്, ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത്, അതുപോലെ തന്നെ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് എന്ത്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്, അതിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ, അതായത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇവിടെ ട്രൂ ആണ്. ഇനി അടുത്തത്, ഇഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രൊജക്റ്റ് ഈസ് ഇൻക്രീസ് ഡ്യൂ ടു അൺഫോർസീൻ എക്സ്പെൻസസ്. കാരണം ഒരു കോസ്റ്റ്, നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്താണ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോണ്ടിജൻസീസ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 26 വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റ് ഈസ് ഡൺ ടു അക്കൗണ്ട് ദ കോസ്റ്റ് റിക്വയർഡ് ടു കീപ് ദ ബിൽഡ് സ്ട്രക്ചർ ഇൻ സേഫ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഒരു ബിൽഡ് സ്ട്രക്ചറിന് സേഫ് ആൻഡ് വർക്കിംഗ് കണ്ടീഷനിൽ ആണോ എന്ന് അറിയാൻ വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുക? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Which of the following is highest code for method of measurement of building and civil engineering works? ഓപ്ഷൻ ബി IS 1200 മെത്തേഡ്സ് ഓഫ് ബിൽഡിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് IS 1200. ഇനി ഫോർ സാനിറ്ററി വർക്ക് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ്? ഇതിന് ആൻസർ തന്നിട്ടില്ല. കാരണം സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് 8% പറഞ്ഞത്. ഇവിടെ സാനിറ്ററി വർക്ക് എന്ന് മാത്രമാണ് തന്നത്, അതുകൊണ്ടായിരിക്കാം ആൻസർക്ക് കൊടുക്കാത്തത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് നോ ഡിഡക്ഷൻ ഷാൾ ബി മെയ്ഡ് ഫോർ ഓപ്പണിങ്സ് ലൈക്ക് വെന്റിലേറ്റേഴ്സ് ഫ്ലൂസ് ഹാവിംഗ് ഓപ്പണിംഗ് അപ് ടു ഡാഷ് ഇൻ സെക്ഷൻ 0.1 മീറ്റർ സ്ക്വയർ ആണ് വരിക. ഓപ്ഷൻ ബി ആണ് വരിക. പക്ഷേ ആൻസർ കീഴിൽ ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടില്ല. പക്ഷേ ശരിക്കും 0.1 മീറ്റർ സ്ക്വയർ തന്നെയാണ് വരുന്നത്. ഇനി എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് അബ്സോർബ് എന്താണ് 5% ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് വെൻ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഓഫ് 24 hours. ഇനി ഒരു മോഡുലാർ ബ്രിക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 19x9x9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 4.75 mm സീവിലൂടെ പാസ് ചെയ്യുന്നതാണ് എന്ത് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർ ടെസ്റ്റിംഗ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് വിച്ച് ടെസ്റ്റ് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്? ഫ്ലോ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും, VB കൺസിസ്റ്റോമെട്രി ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ഇതൊക്കെ ഈ എല്ലാ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യും? വർക്കബിലിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഇനി അഡ്മിനിസ്റ്റേഴ്സ് ആഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഇൻ കോൺക്രീറ്റിലെ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് അഡ്മിനിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആക്സിലറേറ്റിംഗ് അഡ്മിനിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ക്രാക്സ് ഓർ ക്ലസ് ഡെവലപ്പിംഗ് ദ ലോഞ്ചിറ്റ്യൂഡിനലി ഇൻ ലോക്സ് ആഫ്റ്റർ ദ ഫില്ലിംഗ് വിച്ച് ആർ അക്രോസ് ആനുവൽ റിങ്സ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനെ വരുന്ന ക്രാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെക്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 36ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിക്നെസ് ഓഫ് 3 പ്ലൈസ് ആണെങ്കിൽ എന്ത് വരും? 3, 4, 5, 6 എന്ന് വരും. 3 പ്ലൈസ് ആണെങ്കിൽ 3 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. 3, 4, 5, 6 ആൻസർ വരും. ഇനി അടുത്തത് അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് സൗണ്ട്നെസ് ഓഫ് സിമെന്റ് എന്നാണ്? ലാച്ച് ആറ്റ്ലിയസ് അപ്പാരറ്റസ് ആണ്. ബ്ലാസ്റ്റ് ഫർണസ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പിഗ് അയണിൻ്റെ മാനുഫാക്ചർ. ചാൽക്കോസൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഓറാണ്? കോപ്പറിൻ്റെ ഓറാണ്. ലോഡ് ബിയറിംഗ് പാർട്ടീഷൻ വാൾ ലോഡ് ബിയറിംഗ് പാർട്ടീഷൻ വാൾ ഏതാണ്? ഇന്റേണൽ വാളാണ്. ഇനി ഇൻക്ലൈൻഡ് ഓർ സ്പ്ലേഡ് സർഫസ് ഓൺ അബട്ട്മെന്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു റിസീവ് ദ ആർക്ക് ആൻഡ് ഫ്രം വിച്ച് ദ ആർക്ക് സ്പ്രിംഗ്. ആർക്കിലുള്ള ആ ഒരു സ്പ്ലേഡ് സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്യൂബാക്ക് എന്ന് പറയുന്നത്. 42 ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇനി ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് വാൾ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫിൽ ട്രയാങ്കുലർ അപ്പർ പാർട്ട് എന്താണ്? ഗേബിളാണ്. ഇനി വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഫ്ലൈറ്റ്സ് ടു കണക്ട് ദ എൻഡ്സ് ഓഫ് സ്ട്രിങ്സ് ആൻഡ് ഹാൻഡ് റെയിൽ. ആ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. വുഡൻ പീസസ് വിച്ച് ആർ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുന്ന വുഡൻ പീസസ് ആണ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് ടു ക്യാരി കോമൺ റാഫ്റ്ററിനെയാണ് എന്ത് പറയുന്നത്? പെർലിൻസ് എന്ന് പറയുന്നത്. ഇനി ബിയറിംഗ് ഓഫ് ലിൻഡൽ ഷുഡ് ബി മിനിമം ഓഫ് എന്താണ്? 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ലിൻഡൽ അല്ലെങ്കിൽ 1/10 to 1/12 ഓഫ് സ്പാൻ ഓഫ് ലിൻഡൽ അല്ലെങ്കിൽ ഓൾ ഓഫ് ദ. ഏതാണ് ആൻസർ വരിക? ഇതിൽ ഈ 3 ഏറ്റവും മിനിമം ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിയറിംഗ് ഓഫ് ലിൻഡൽ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. ഇനി ദ മിനിമം സ്ട്രിപ്പിംഗ് ടൈം ഓഫ് സോഫ്റ്റ് ഫോം വർക്ക് ടു ബീംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോഫ്റ്റ് ഫോം വർക്ക്സ് എത്രയാണ്? 7 days ആണ് സ്ട്രിപ്പിംഗ് ടൈം വരുന്നത്. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ദ സ്കാഫോൾഡിംഗ് ഫ്രെയിംവർക്ക് സപ്പോർട്ടഡ് ഓൺ ദ ഗ്രൗണ്ട് ഓർ എംബഡഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. ആ ഒരു സ്കാഫോൾഡിങ്ങിലുള്ള വെർട്ടിക്കൽ മെമ്പർ എവിടെയാണ്? ഗ്രൗണ്ടിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിങ്സ് ഓഫ് 2 columns അതായത് 2 columns ഒരു ബീം വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിനാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ പ്രോസസ് ഓഫ് ഫില്ലിംഗ് അപ്പ് ഹോളോ സ്പേസസ് ഇൻ ദ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ബിഫോർ അപ്ലൈയിങ് ദ മെയിൻ ബോഡി ഓഫ് ദ പ്ലാസ്റ്റർ. അതായത് മെയിൻ ബോഡി ഓഫ് പ്ലാസ്റ്റർ ഇതാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഹോളോ സ്പേസസ് ഒക്കെ ഫില്ല് ചെയ്യുക. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബ്ബിംഗ് കോട്ട് എന്ന് പറയുന്നത്. Then when a cylinder is subjected to an axial tensile force, ഒരു സിലിണ്ടർ ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആ ഒരു സിലിണ്ടറിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഡയാമീറ്റർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ദെൻ ദ ചേഞ്ച് ഇൻ ഡയാമീറ്റർ ടു ഒറിജിനൽ ഡയാമീറ്റർ എന്നാണ് പറയുന്നത്. ഡയാമീറ്ററിൻ്റെ ആ ചേഞ്ച് ഇൻ ഡയാമീറ്റർ ടു ഒറിജിനൽ ഡയാമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. ലാറ്ററൽ സ്ട്രെയിൻ ആണ് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ചോദിച്ചെങ്കിൽ ലീനിയർ സ്ട്രെയിൻ ആയിരുന്നു വരിക. ഇവിടെ ചേഞ്ച് ഇൻ ഡയാമീറ്റർ ബൈ ഒറിജിനൽ ഡയാമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? ലാറ്ററൽ സ്ട്രെയിൻ ആണ് വരിക. ഇനി മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് ഓഫ് എ കാൻഡിലെവർ ബീമാണ് ചോദിച്ചിട്ടുള്ളത്. സ്പാൻ എല്ലാം തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ടു എ ടോട്ടൽ ലോഡ് ഓഫ് W kN UD എല്ലാം തന്നിട്ടുണ്ട്. ആൻസർ വരിക WL/2 ആണ്. കാൻഡിലിവർ ബീം ആയതുകൊണ്ട് WL/2 ആണ് വരിക. ഇനി ചേഞ്ച് ഇൻ വോളിയം ഓഫ് എ തിൻ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ D, തിക്നെസ് T, ഇന്റേണൽ പ്രഷർ P ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതിൻ്റെ ആൻസർ കീഴിൽ തന്നിട്ടില്ല. പക്ഷേ
ആൻസർ ശരിക്കും വരിക PD/4 TE 5 - 4 μ ആണ് ആൻസർ വരിക. പക്ഷേ ആൻസർ കീയിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഒരു ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി സെക്ഷൻ മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ് സെക്ഷൻ മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ B/D സബ്ജക്റ്റ് ടു എ ഷിയർ ഫോഴ്സ് F. ഇതിൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 3/2 F/BD ആണ്. 3F/2BD ആണ് ആൻസർ വരിക. ഇനി പോളാർ സെക്ഷൻ മോഡുലസ് ഓഫ് എ സർക്കുലാർ സെക്ഷൻ, ഒരു സർക്കുലാർ സെക്ഷൻ്റെ പോളാർ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? πd³/16 ആണ്. പോളാർ സെക്ഷൻ മോഡുലസ് ഓഫ് സർക്കുലാർ സെക്ഷൻ വിത്ത് D ആസ് ഡയമീറ്റർ πd³/16 ആണ് ആൻസർ വരിക. ഇനി ഇതൊരു പ്രോബ്ലം ആണ്, ഇത് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഇനബിൾസ് ഇറ്റ് ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്റ്റ് ലോഡ് കാരണം ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ടഫ്നെസ് ആണ്. ഓപ്ഷൻ ഡി ടഫ്നെസ് ആണ്. 58D ആണ് വരിക ടഫ്നെസ്. 58D ടഫ്നെസ് ആണ് വരിക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് ശരിക്കും ആൻസർ കീയിൽ ആൻസർ തന്നിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ്, ഒരു സിംഗിൾ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺഗ്രന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി സെയിം ലൈൻ ഓഫ് ആക്ഷനിലൂടെയാണെങ്കിൽ അത് നമ്മൾ കൊളീനിയർ ഫോഴ്സസ് എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡെക്സ് പ്രോപ്പർട്ടി? പാർട്ടിക്കൽ സൈസ് ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്, കൺസിസ്റ്റൻസി ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്, റിലേറ്റീവ് ഡെൻസിറ്റി ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടി, പെർമിബിലിറ്റി എന്താണ് ഇൻഡെക്സ് പ്രോപ്പർട്ടി അല്ല. ഓപ്ഷൻ ഡി ആണ് വരിക. GT ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്? സോയിൽ ഫുള്ളി സാച്ചുറേറ്റ് ആവുന്ന ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ശ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഇത് മാക്സിമം സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കൽ എന്ന് പറയുന്നത് 0.002 mm ആണ്. 2 ആണ് പോയിന്റിന് ശേഷം വരിക. 0.002 mm. 0.002 mm ആണ് എന്ത് വരിക? ക്ലൈൻ്റെ ഇത് വരുന്നത്. ഇനി വെൻ ദ ഹൈഡ്രോളിക് ഗ്രാഡിയൻ 1 ആണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ വാട്ടർ ത്രൂ ദ സോയിൽ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. വെലോസിറ്റി ഗ്രാഡിയൻറ്റ് 1 ആവുകയാണെങ്കിൽ അതിന് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി എന്നാണ് പറയാം. ഇനി വിച്ച് ഫൂട്ടിംഗ് ഈസ് സ്യൂട്ടബിൾ വെൻ, അതായത് റോ ഓഫ് കോളംസ് ആർ വെരി ക്ലോസ്ലി സ്പേസ്ഡ്. ആ റോ ഓഫ് കോളംസ് വെരി ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. ദാറ്റ് ദ സ്പ്രെഡ് ഫൂട്ടിംഗ് ആർ ഓവർലാപ്പ് ഓർ നിയർലി ടച്ച് ഈച്ച് അതർ. ഒന്നുകിൽ ഓവർലാപ്പ് ചെയ്യും അല്ലെങ്കിൽ നിയർലി ടച്ച് ഈച്ച് അതർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ദ പ്രഷർ ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് കൺസിഡേർഡ് സേഫ് ബോത്ത് വിത്ത് റെസ്പെക്ട് ടു ഷിയർ ഫെയിലിയർ ആൻഡ് സെറ്റിൽമെൻറ്റ്. ഷിയർ ഫെയിലിയറിനെയും സെറ്റിൽമെൻറ്റിനെയും റെസ്പെക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഏത് പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൗബിൾ ബിയറിംഗ് കപ്പാസിറ്റിയാണ് സേഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടു മെഷർ ദ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ്? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഗ്രാനുലാർ സോയിലിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൻ ദ പ്രോഡക്ട്സ് ഓഫ് റോക്ക് വെതറിംഗ് ആർ നോട്ട് ട്രാൻസ്പോർട്ടഡ് ആസ് എലിമെന്റ്സ് ബട്ട് റിമെയിൻ ഇൻ ദ പ്ലേസ്. എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല, ആ ഒരു പ്ലേസിൽ തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിഡൽ സോയിൽ എന്ന് പറയുന്നത്. ദ വെയിറ്റ് ഓഫ് സോയിൽ മാസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. സോയിൽ മാസിൻ്റെ വെയിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ Nm/m³ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും വെയിറ്റ് ഓഫ് സോയിൽ മാസ് kN/m³ നമ്മൾ ചെയ്യുക. ദ വെയിറ്റ് ഓഫ് സോയിൽ മാസ് ഈസ് എക്സ്പ്രസ് ആസ് ശരിക്കും kN/m³ ആണ് വരിക. അത് നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി റൺ ഓഫ് ഇൻക്രീസസ് വിത്ത് റൺ ഓഫ് എപ്പോഴാണ് ഇൻക്രീസ് ആവുക? ആ ഒരു റെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണ് റൺ ഓഫ് ഇൻക്രീസ് ആവുന്നത്. ദ മേജർ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഇൻ എ ഗ്രാവിറ്റി ഡാമിൽ മേജർ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് വെയിറ്റ് ഓഫ് ഡാം ആണ്. ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ്, ഇതും ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു ഡെഫിനേഷൻ പറയുന്നില്ല, എങ്കിലും ഡ്യൂട്ടി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് റൈഡ് ബൈ ക്വാണ്ടിറ്റി, അതായത് ഏരിയ ബൈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡ്യൂട്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇറിഗേഷൻ ഈസ് നീഡഡ് വേർ റെയിൻഫോൾ എന്താവുമ്പോഴാണ്? ലെസ് റെയിൻഫോൾ ആകുമ്പോൾ ഇറിഗേഷൻ വേണം. നോൺ യൂണിഫോം റെയിൻഫോൾ ആകുമ്പോഴും ഇറിഗേഷൻ്റെ ആവശ്യം വരും. സ്കാൻഡി റെയിൻഫോൾ ആകുമ്പോഴും ഇറിഗേഷൻ ആകും. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഇനി ഹൈഡ്രോളജി ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് എന്താണ്? ഓൾ ആസ്പെക്ട്സ് ഓഫ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇനി ഡിക്കൻസ് ഫോർമുല ഫോർ ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് ഈസ് യൂസ്ഫുൾ ഫോർ കാശ്മീർ ഇൻ നോർത്തേൺ ഇന്ത്യയിലാണ് ഡിക്കൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇനി ദ ഗ്യാപ്പ് ഓർ മാർജിൻ ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്ക്. ഫുൾ സപ്ലൈ ലെവലും ഏറ്റവും ടോപ്പ് ഓഫ് ദ ബാങ്കും തമ്മിലുള്ള ആ ഒരു മാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. എർത്ത് ഡാം കുഡ് ബി കൺസ്ട്രക്റ്റഡ് വിത്ത് ഓൺലി, ഇതും ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എർത്ത് ഡാം നമ്മൾ ക്ലേ കൊണ്ടും റോക്ക് കൊണ്ടും ഗ്രാവൽ സാൻഡ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഒരു ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ക്യാൻസൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇൻ എ സൂപ്പർ പാസേജ് ദ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ, അതായത് ആ ഒരു കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോവർ ദാൻ ദ അണ്ടർ സൈഡ് ഓഫ് ദ ട്രഫ് ക്യാരിയിങ് ഡ്രെയിനേജ് വാട്ടർ ആയിരിക്കും. ഇനി സോയിൽ ഇറേഷൻ ഈസ് കോസ്ഡ് ബൈ,
ഡ്രാഗ് ആക്ഷൻ ഓഫ് വിൻഡ് കാരണം ഉണ്ടാവും, അബോണ്ടൻറ്റ് റെയിൻഫോൾ കാരണം സോയിൽ എറോഷൻ ഉണ്ടാവും, അൺപ്രൊട്ടക്റ്റഡ് സോയിൽ സർഫസ് കാരണം ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് വരിക. ഇനി ദ വാല്യൂ ഓഫ് ക്യാമ്പർ റെക്കമെൻഡഡ് ഫോർ എ തിൻ ബിറ്റുമിനസ് സർഫസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഹെവി റെയിൻഫോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ വരുന്നത് 1/40 ആണ്. അപ്പോൾ അല്ലാത്ത കുറേ കേസസ് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്യാമ്പറിൻ്റെ വാല്യൂ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്യാമ്പറിൻ്റെ വാല്യൂ പഠിച്ചു വെക്കുക. ഇനി ട്രാൻസിഷൻ കർവ്സ് ആർ പ്രൊവൈഡഡ് ഓൺ ദ അപ്രോച്ച് ടു ഹൊറിസോണ്ടൽ കർവ്സ് ഇൻ ഓർഡർ ടു എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു അലോബിൾ ലെവൽസിലുള്ള ജെർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസിഷൻ കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ഹൈവേ സ്ട്രെച്ചസ് വെർ ദ റിക്വേർഡ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശം ഒരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ട്വൈസ് എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇനി ഇൻ എ സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ് ഡെവൽസ് ബാർ ആസ് യൂസ്ഡ് ഇൻ, ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡബിൾ ബാർസ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുക ട്രാൻസ്വേഴ്സ് ജോയിൻറ്റിലാണ്. ഇവിടെ നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻറ്റ്, കൺസ്ട്രക്ഷൻ ജോയിൻറ്റ്, എക്സ്പാൻഷൻ ജോയിൻറ്റ്, ഡമ്മി ജോയിൻറ്റ്സ് എന്നൊക്കെയാണ്. ടൈ ബാർസ് നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ജോയിൻറ്റ്സിലും ഡബിൾ ബാർസ് നമ്മൾ ട്രാൻസ്വേഴ്സ് ജോയിൻറ്റ്സിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല. മഡ് പമ്പിംഗ് ഈസ് കോമൺലി അസോസിയേറ്റഡ്, മഡ് പമ്പിംഗ് എവിടെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് പേയ്മെൻറ്റ് ഓൺ ക്ലേസ് അപ്ഗ്രേഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഡിസൈർ ലൈൻസ് ആർ ഡ്രോൺ ബേസ്ഡ് ഓൺ, ഡിസൈർ ലൈൻസ് എന്താണ്? ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിലാണ് വരുന്നത്. ഓൺ ഇന്ത്യൻ റെയിൽവേസ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽസ് ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രോഡ് ഗേജ് ട്രാക്കിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 12.80 ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ്? 13 മീറ്റർ. അപ്പം എന്താണ് ഇവിടെ? ഓപ്ഷൻ സി ആണ് വരിക. ഒന്നെങ്കിൽ 12.80 അല്ലെങ്കിൽ 13 മീറ്റർ ആണ് ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 12.80 എന്ന് ചൂസ് ചെയ്യും. ഇനി ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽസ് ഇൻ റെയിൽ ട്രാക്ക് ഈസ് നോൺ ആസ് എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻ്റ് ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആസ് ഫാർ ആസ് പോസിബിൾ ദ അലൈൻമെൻറ്റ് ഓഫ് ബ്രിഡ്ജ് എന്തായിരിക്കണം? സ്ക്വയർ അലൈൻമെൻറ്റ് ആയിരിക്കണം. ഇനി എ ഷിപ്പ് ഈസ് ബേർഡ് ഇൻ എ ചാമ്പർ ആൻഡ് ലിഫ്റ്റഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ബയോൺസി വെച്ചിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോട്ടിംഗ് ഡോക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഒരു കൺസിഡർ ദ ഫോളോയിങ് യൂണിറ്റ് പ്രോസസ് കോമൺലി യൂസ്ഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. റാപ്പിഡ് മിക്സിംഗ്, ഫ്ലോക്കുലേഷൻ ആണ് എഫ് എന്ന് പറയുന്നത്, പ്രൈമറി സെഡിമെൻറ്റേഷൻ PS, സെക്കൻഡറി സെഡിമെൻറ്റേഷൻ SS, ക്ലോറിനേഷൻ C ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽട്രേഷൻ RSF. ദി ഓർഡർ ഓഫ് ദ യൂണിറ്റ് പ്രോസസ്, അതായത് ഫസ്റ്റ് യൂണിറ്റ് പ്രോസസ് മുതൽ ലാസ്റ്റ് യൂണിറ്റ് പ്രോസസ് വരെയുള്ള ആ ഒരു ഓർഡറാണ് പറഞ്ഞിട്ടുള്ളത്. 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ആദ്യം പ്രൈമറി സെഡിമെൻറ്റേഷൻ നടക്കും, അത് കഴിഞ്ഞ് നമ്മൾ റാപ്പിഡായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ റാപ്പിഡായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോക്കുലേഷൻ നടക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറി സെഡിമെൻറ്റേഷൻ, പിന്നെ റാപ്പിഡ് സാൻഡ് ഫിൽട്രേഷൻ നടക്കും, പിന്നെ പിന്നെ നമ്മൾ ക്ലോറിനേഷനായിട്ട് ലാസ്റ്റ് ക്ലോറിനേഷൻ ചെയ്യും. ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി എക്സസീവ് ഫ്ലൂറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്താ കോസ് ചെയ്യുന്നത്? മോട്ടലിംഗ് ഓഫ് ടീത്ത് ആൻഡ് എംബ്രിറ്റ്മെൻറ്റ് ഓഫ് ബോൺസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോട്ടലിംഗ് ഓഫ് ടീത്ത് ആൻഡ് എംബ്രിറ്റ്മെൻറ്റ് ഓഫ് ബോൺസ് ആണ് എക്സസീവ് ഫ്ലൂറൈഡ് കോസ് ചെയ്യുന്നത്. ഇനി ഈ ഡിസ്ഇൻഫെക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് ക്ലോറിൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ കില്ലിംഗ് ദ പാത്തജനിക് ബാക്ടീരിയയിൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ HOCl ആണ്. ഇനി എ കമ്പൈൻഡ് സീവർ ഈസ് വൺ വിച്ച്, കമ്പൈൻഡ് സീവറിൽ ഡൊമസ്റ്റിക് സീവേജും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്? സ്റ്റോം വാട്ടറും ഉണ്ടാവും കമ്പൈൻഡ് സീവറിൽ. ഇനി കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് എ സാമ്പിൾ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് സിൻസ് ഇറ്റ്സ് റെപ്രസെൻ്റ് എന്താണ്? അവിടെ ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് വലുതെങ്കിൽ അവിടെ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആണ്. ഇനി ഹൈ COD to BOD റേഷ്യോ ഓഫ് ഓർഗാനിക് COD/BOD റേഷ്യോ എന്താണ്? ഹൈ ആണെങ്കിൽ അവിടെ എന്താണ്? ലോ ബയോഡിഗ്രേഡബിലിറ്റി ഓഫ് ദ പൊല്യൂട്ടൻ്റ് ആണ്. ലോ ബയോഡിഗ്രേഡബിലിറ്റി ഓഫ് ദ പൊല്യൂട്ടൻ്റ് ആണ് വരിക. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെഷർ ഓഫ് ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് വേസ്റ്റ് വാട്ടറിൻ്റെ ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ടർബിഡിറ്റി ആണ്. The theoretical time taken by a particle of water to pass between entry and exit of settling time. Entry and exitലേക്ക് വരുന്ന ആ ഒരു തിയറട്ടിക്കൽ ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി സീറോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് അച്ചീവ്ഡ് ബൈ, ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സീറോ ഹാർഡ്നെസ് അച്ചീവ് ചെയ്യുന്നത് എന്താണ്? ഒന്നെങ്കിൽ സിയോലൈറ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്, അല്ലെങ്കിൽ ബേസ് എക്സ്ചേഞ്ച് പ്രോസസ് ആണ്. ഇവിടെ അയൺ എക്സ്ചേഞ്ച്, ഇവിടെ അയൺ എന്നാണ് തന്നിട്ടുള്ളത്. അയൺ അല്ല ശരിക്കും വരുന്നത്, അയൺ ആണ്, ION ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Which of the following method is used to forecast the population of young and rapidly growing city? Young and rapidly increasing city എന്നാണ് ചോദിച്ചത്. ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡാണ് ആൻസർ വരിക. ഇനി ഓൾഡ് സിറ്റീസ് ഒക്കെ ആണെങ്കിൽ അത് അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡായിരുന്നു വരിക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ന്യൂമറിക്കൽസ് വിട്ട് വെച്ചിട്ടുള്ളത് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണ്? റെഡ്യൂസ്ഡ് ബിയറിംഗ് നോർത്ത് 18 ഡിഗ്രി, റെഡ്യൂസ്ഡ് ബിയറിംഗ് നമുക്ക് എന്താ? നോർത്ത് 18 ഡിഗ്രി 50 മിനിറ്റ്. നമ്മൾ എങ്ങനെ വരയ്ക്കാം? ഇത് നമ്മൾ ഒരു ക്വാഡ്രൻ്റ് വരച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മുകളിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്,
വെസ്റ്റ്. അപ്പോൾ എന്താണ് നോർത്ത് വെസ്റ്റിലാണ് 80 ഡിഗ്രി. അപ്പോൾ ഇതാണ് നോർത്ത്, ഇതാണ് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ്. റെഡ്യൂസ്ഡ് ബിയറിംഗ് എപ്പോഴും നമ്മൾ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്കോ അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്കോ അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്കോ. അപ്പോൾ ഇത് നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ് പറയുക. അപ്പോൾ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് 80 ഡിഗ്രി 50 മിനിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് WCB കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. WCB എങ്ങനെ കാണാം? WCB എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മെഷർ ചെയ്യുക, WCB മെഷർ ചെയ്യുക. അപ്പം ഇവിടം വരെ നമുക്ക് എന്ത് വേണം? WCB. അപ്പം നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോൾ ഇവിടം വരെയുള്ള ലെങ്ത്താണ് നമുക്ക് വേണ്ടി. നമുക്കറിയാം ഈ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലെങ്ത് നമുക്ക് 80 ഡിഗ്രി 50 മിനിറ്റ് എന്നാണ്. നമുക്ക് ഈ ഒരു ലെങ്ത് മാത്രം പോരെ, ഈ യെല്ലോയിൽ കാണിച്ച ഈ ഒരു ലെങ്ത് മാത്രമാണ് WCB എന്ന് വരുന്നത്. അപ്പോൾ എന്ത് വരും? 360 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി 15 മിനിറ്റ് എന്ന് വരും. അപ്പം ഇവിടെ നമുക്ക് എന്താണ് മിനിറ്റിലേ ആകണം. 360 ഡിഗ്രി അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മിനിറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മിനിറ്റ്, ഈ ഒരു ടേമിനെ നമുക്ക് മിനിറ്റിലേ ആകണം. അപ്പം 359 ഡിഗ്രി 60 മിനിറ്റ്, അതായത് ഒരു മിനിറ്റ് നമ്മൾ 60 മിനിറ്റ് അല്ല, ഒരു ഇതിനെ നമ്മൾ 60 സെക്കൻഡ് ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ 80 മിനിറ്റ് 50 മിനിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 341 ഡിഗ്രി 45 മിനിറ്റ് എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബിയറിംഗ് ഓഫ് ലൈൻ AB ആൻഡ് BC ആർ 130 ആൻഡ് 150 ഡിഗ്രി. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്വാഡ്രൻ്റ് വരച്ചു. AB എന്ന് പറയുന്നതിൻ്റെ ബിയറിംഗ് 130 ഡിഗ്രി. ഇതെന്താണ്? 0 ഡിഗ്രി. ഇത് 90 ഡിഗ്രി, നിങ്ങൾക്കറിയാലോ 90 ഡിഗ്രി. ഇതെന്താണ്? 180 ഡിഗ്രി. ഇത് 270 ഡിഗ്രി. ആൻഡ് ഇത് എന്തായിരിക്കും? 360 ഡിഗ്രി. അപ്പം AB എന്ന് പറയുന്നത് 130 ഡിഗ്രി. 130 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. ഇതായിരിക്കും AB. എവിടെ നിന്നാണ് 180? ഇത് ഇവിടെ നിന്നാണ് 0 വരുന്നത്. 0 മുതൽ ഇവിടം വരെ. കാരണം ഇവിടെയാണല്ലോ 180 ഡിഗ്രി. 90ക്കും 180 ഡിഗ്രീൻ്റെ ഇടയിലല്ലേ 130 വരിക. അപ്പം ഇത് 130 ഡിഗ്രി എന്ന് വരിക. ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 130 ഡിഗ്രി എന്ന് വന്നിട്ടുണ്ട്. ആൻഡ് BC. ഇനി നമ്മൾ BCയിലേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പം Bക്ക് എന്ത് ചെയ്യുക? ആ ഒരു പോയിന്റ്, ഈ ഒരു B എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ നേരെ ക്വാഡ്രൻ്റ് വരയ്ക്കുക. ഇനി Bന്ന് Cയിലേക്ക് 50 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് 50 ഡിഗ്രി എന്ന് പറയുന്നത്? ഏത് ക്വാഡ്രൻ്റിലാണ് വരിക? അത് 0, ഇത് 90. 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ 0ക്കും 90 ഡിഗ്രിനും ഇടയിലാണ് വരിക. ഇവിടെ 0 വരും, ഇവിടെ 90 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെയാണ് BC വരിക. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മളോട് ഏത് ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഒരു ABC എന്ന് പറയുന്ന ആംഗിളാണ് ചോദിച്ചത്. അതായത് ഈ ഒരു മൊത്തം ആംഗിളാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു ആംഗിളും കൂടി കിട്ടണം. ഈ ഒരു കുഞ്ഞ് ആംഗിളും കൂടിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതെങ്ങനെ കാണുക? അതായത് ഇതെന്താണ്? ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇതൊരു ഇസഡുമായിരത്തൊരിതാണ്, സിഗ്സാഗ് മെത്തേഡ്. ഇവിടുത്തെ ഈ ഒരു സെയിം ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തത്തിൽ എന്താണ്? 130 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 130ൽ നിന്നും 90 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 40 ഡിഗ്രിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? സെയിം ഇവിടെയും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ദെൻ ഈ മൊത്തത്തിലുള്ള ആംഗിൾ, ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 40 ഡിഗ്രിന്ന് കിട്ടി. ഇവിടെ 40 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രം പോരെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 90 മൈനസ് ഈ ഒരു 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 90 മൈനസ് 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഈ ഒരു ആംഗിൾ കിട്ടും. ഈ ഒരു ആംഗിൾ നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? 50 + 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു ആംഗിൾ കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ആംഗിൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് 4 മീറ്റർ ആൻഡ് സം ഓഫ് ഡിപ്പേർച്ചർ, ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പേർച്ചറിൻ്റെയും സം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് എറർ കാണാനാണ് പറയുന്നത്. ക്ലോസിംഗ് എററിൻ്റെ ഇക്വേഷൻ എന്താണ്? സം ഓഫ് ലാറ്റിറ്റ്യൂഡ് പ്ലസ് സം ഓഫ് ഡിപ്പേർച്ചറിൻ്റെ സ്ക്വയർ ആണ്. ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ 4 എന്ന് തന്നിട്ടുണ്ട്, ഡിപ്പേർച്ചറിൻ്റെ 3. അപ്പോൾ √4² + 3², √16 + 9 √25 ആണ്. അപ്പോൾ എന്ത് വരും? 5 മീറ്റർ എന്ന് വരും. ഇനി അടുത്തത്, എ സിമ്പിൾ സർക്കുലർ കർവ് ഓഫ് റേഡിയസ് വന്നിട്ടുണ്ട് 300 മീറ്ററിന് ടു ബി സെറ്റ് ഔട്ട് ഓൺ ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് വെർസൈൻ ഓഫ് കർവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. വെർസൈൻ ഓഫ് കർവ് = r × 1 - cos δ/2. അതിൽ ഡെൽറ്റേൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ നമുക്ക് 300 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos 60 എന്താണ്? cos 60ൻ്റെ വാല്യൂ 1/2 ആണ്. അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ സ്കൂൾ ആണ്, ബിൽഡിംഗ് ഓഫ് 10 ക്ലാസ് റൂം, 10 ക്ലാസ് റൂം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ടു ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്കൂൾ ഇൻ ടേംസ് ഓഫ് പെർ ക്ലാസ് റൂം. ഓരോ ക്ലാസ് റൂമിനും
കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1,50,000 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്? എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ഉണ്ട്? 10 യൂണിറ്റ് ആണുള്ളത്. ഇൻറ്റു യൂണിറ്റ് റേറ്റ്, ഓരോ ക്ലാസ് റൂമിനും എത്രയാണ് റേറ്റ് പറയുന്നത്? 15,000. അപ്പം നമ്പർ ഓഫ് യൂണിറ്റ് 10 ഇൻറ്റു ആ ഒരു 1,50,000 നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റൂം ഈസ് 5 മീറ്റർ ഇൻറ്റു 3 മീറ്റർ. ഒരു റൂം 5 മീറ്റർ ഇൻറ്റു 3 മീറ്റർ എന്ന് പറയുന്നുണ്ട്. 20 സെൻറ്റിമീറ്റർ വോളാന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾ അറൗണ്ട്. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് ലെങ്ത് ഓഫ് വോൾ ബൈ സെൻറ്റർ ലൈൻ മെത്തേഡ് വിൽ ബി. സെൻറ്റർ ലൈൻ മെത്തേഡിൽ അപ്പോൾ എന്താണ് ഈ ഒരു വോളിൻ്റെ ലെങ്ത്ത് എന്താണ്? ഇത് ലെങ്ത്ത് 5 മീറ്റർ ആണ് ആൻഡ് 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് വോൾ തിക്നെസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഭാഗത്ത് 2 ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇത് ഇങ്ങോട്ട് എന്താണ് വിടുത്താണ്. ഇവിടേക്കും എന്താണ് 20 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ആദ്യം നമ്മൾ സെൻറ്റർ ലൈൻ ലെങ്ത് എടുക്കുക. ലെങ്ത്തിൻ്റെ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഇവിടം വരെ, ഇവിടുന്ന് സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ. സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയേ വരുള്ളൂ. ആൻഡ് ഇവിടെയും 20 ഉണ്ടാവും, ഇതിൻ്റെയും പകുതി വരും. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ 10 ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ 20 തന്നെ എടുത്താൽ മതി. അതാണ് സെൻറ്റർ ടു സെൻറ്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത്. എന്ത് വരും? അവർ നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത്തിനോട് എന്ത് ചെയ്യുക? +20 ചെയ്ത് കഴിഞ്ഞാൽ 20 അല്ല നമ്മൾ ചെയ്യേണ്ടത്, 20 സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ മീറ്ററിലെ ആക്കുക. 0.2 മീറ്റർ. 5 മീറ്റർ പ്ലസ് 0.2 മീറ്റർ എന്ത് വരും? 5.2 മീറ്റർ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വിടുത്ത് ചെയ്യുക. വിടുത്ത് 2 മീറ്ററും തന്നിട്ടുണ്ട്. 2 മീറ്റർ പ്ലസ് എന്താണ് 20 സെൻറ്റിമീറ്റർ വോള് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരും 3 മീറ്റർ പ്ലസ് 0.2 മീറ്റർ. 20 സെൻറ്റിമീറ്ററിന് മീറ്ററിലാക്കിയതാണ് 0.2 മീറ്റർ. അപ്പോൾ 3.2 മീറ്റർ എന്ന് വരും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് കണ്ടുള്ളത്. നമുക്ക് 2 ഭാഗത്തുണ്ട് അല്ലേ ലെങ്ത്. ഇവിടെയും ലെങ്ത് ഉണ്ട്, ഇവിടെയും ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ വിടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും വിടുത്തുണ്ട്, ഇവിടെയും വിടുത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ടോട്ടൽ ലെങ്ത് കാണുമ്പോൾ 2 ചെയ്തത്. 2 ഇൻറ്റു ഈ കിട്ടിയ LC1 ആൻഡ് WCL ലെങ്ത് ഓഫ് സെൻറ്റർ ടു ലൈനും അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് സെൻറ്റർ ലൈൻ വിഡ്ത്തുണ്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16.8 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തതാണ് എന്ത്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്. സ്പാൻ എല്ലാം തന്നിട്ടുണ്ട്. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. നമുക്കറിയാം ഇത് സി എന്ന് പറയുന്നത് സെൻറ്ററാണ്. ഇതെന്താണ്? സിമെട്രിക്കൽ ലോഡിങ് കണ്ടീഷനാണ്. സിമെട്രിക്കൽ ലോഡിങ് കണ്ടീഷൻ വരുമ്പോൾ ഈ ഒരു RA + RB, ഈ ഒരു RAയും ഇത് പോയിൻറ്റ് A ആണെന്ന് വിചാരിച്ചോ, ഇത് പോയിൻറ്റ് B ആണെന്ന് വിചാരിച്ചോ. ഇതാണ് ഇവിടെയും സെയിം ആണ്, ഇവിടെയും സെയിം ആണ്. അപ്പോൾ RAയും RBയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു RAൻ്റെയും RBൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്? RA = RB = ടോട്ടൽ ലോഡ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് W ആണെന്ന് വെച്ചാൽ. അപ്പോൾ W ഇവിടെ ഒരു ലോഡുണ്ട്, ഇവിടെ ലോഡുണ്ട്. അപ്പം ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ W + W ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? RAയും RBയും W എന്ന് വരും. ഇനി ഷിയർ ഫോഴ്സ് നമ്മൾ എടുക്കുക. ഷിയർ ഫോഴ്സ് നമുക്ക് ലെഫ്റ്റ് നിന്നും എടുക്കാം, റൈറ്റ് നിന്നും എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഷിയർ ഫോഴ്സ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സിയിൽ നിന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും നമ്മൾ ലെഫ്റ്റിലോട്ട് കൺസിഡർ ചെയ്തതാണ്. ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലോഡ് ഉണ്ട്. ഈ ഒരു ലോഡ് എത്രയാണ്? W ആണ്. ആൻഡ് ഈ ഒരു ലോഡ് എത്രയാണ്? നമുക്ക് കിട്ടി W ആണ്. അപ്പം അപ്വാർഡ് ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുക്കുക, ഡൗൺവാർഡ് ഫോഴ്സ് നമ്മൾ നെഗറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? W - W എന്ത് വരും? 0 kN ആൻസർ വരും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 300 × 400 mm തന്നിട്ടുണ്ട്. സ്പാൻ 6 മീറ്റർ തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ടു UDL ഓഫ് 8 kg. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസിലുള്ള ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 0 എന്ന് ചെയ്യുക. കാരണം ന്യൂട്രൽ ആക്സിസിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഒരു ബീമിലുള്ള ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ M × Y/I ആണ്. Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ന്യൂട്രൽ ആക്സിസിലുള്ള സ്ട്രെസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ Y എന്ന് പറയുന്നത് എന്തായിരിക്കും? Y 0 ആണ്. അതുകൊണ്ട് തന്നെ M × 0/I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0 Nm² തന്നെയാണ് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ന്യൂമറിക്കൽസിൻ്റെ PDF-ഉം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ എന്ത് ചെയ്യാം? പറ്റുകയാണെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇനി അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമെയിൽ, അതായത് ഈ ഒരു ഇതിൽ ഇമെയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.